നമുക്ക് ഈ ഒരു ഫ്ലോർ പ്ലാൻ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. അദ്ദേഹം ചെയ്ത് നോക്കിയൊരു പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ ടൂളിൽ പോകുന്നു. നമ്മുടെ ഇവിടെ പോയിട്ട് 3D ഫ്ലോർ പ്ലാൻ എന്നുള്ള കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് ഇതാ ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു. 3D റിയലിസ്റ്റിക് ഫ്ലോർ പ്ലാൻ എന്ന് മാത്രം കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ പോയിട്ട് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യുന്നു. അടുത്ത് നമ്മുടെ ജെമിനിയിൽ ടൂളിലേക്ക് പോകുന്നു. ഇവിടെ പോയിട്ട് നമ്മൾ ക്രിയേറ്റ് ഇമേജ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത അതേ ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ വന്ന അതേ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഇതാണ് നമുക്ക് വന്ന ഇമേജ്. പിന്നെ ഡോറും വിൻഡോയും കാര്യങ്ങളൊക്കെ കൃത്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കൊന്ന് ക്യാൻവയിൽ പോകാം, ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇമേജ് ഒന്ന് അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ഇവിടെ പോയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് കമ്പയർ ചെയ്യാം. ഒരു 80% ഒക്കെയാണ് നമ്മൾ റിസൾട്ട് എന്ന് പ്രതീക്ഷിക്കാവുള്ളൂ. 100% ഇവിടെ സിറ്റ് ഔട്ട്, ഇവിടെ നിന്നൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡോർ കൊടുക്കുന്ന രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇതൊരു ഭിത്തിയല്ല, ഇതൊരു ഹാൻഡ് റെയിൽ കൂട്ട് വീഴാതിരിക്കാനുള്ള സാധനമായിട്ട് കണ്ടാൽ മതി. ഇവിടെ നേരെ ഇങ്ങോട്ട് പോകുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ലിവിംഗ് ഹാളും കാര്യങ്ങളും വന്നിട്ട് അവിടെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ വന്നു. ഇവിടെ ഒരു ഡോറ്, ഇവിടെ ഒരു ഡോർ, ഇവിടെ ഒരു ഡോർ. ഓക്കെ, അത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഡോർ, ഇവിടെ ഒരു കിച്ചണ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും ഈ ഡോറിൻ്റെ ഇവിടെ ഇങ്ങോട്ട് പോകാനുള്ള ഒരു വഴിയില്ല. അതൊരു ഏരിയയുടെ ഒരു പോരായ്മയാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഡോറ്, ബാത്റൂമും, ഇവിടെ ഒരു ഡോറ്, ബാത്റൂമും, ഇവിടെ ഒരു ഡോറ്, ബാത്റൂം. ഓക്കെ, ഇവിടുത്തെ ഒരു കേസ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഡോറ് വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ട് ഡോറിലും കൂടെ നമുക്ക് പോകാനായിട്ടൊരു വഴിയില്ല. ബാക്കിയെല്ലാം ഏകദേശം കൃത്യമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ കൊടുത്ത ഇമേജുമായിട്ടൊന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കാം. നേരത്തെ അവർക്ക് കിട്ടിയ റിസൾട്ട് ഇതായിരുന്നു. ഓക്കെ, അതുമായിട്ട് നോക്കാം എന്ത് വ്യത്യാസം ഉണ്ടെന്ന്. ഇവിടെ സിറ്റ് ഔട്ട് ഭിത്തി വന്നു, പിന്നെ ഇവിടെ ഒരു ഡോറ് വന്നു. കണ്ടോ, ഇവിടെ ഡോറ് വന്നു, ഇവിടെ ഡോറ് വന്നു, ഇവിടെ ഡോറ് വന്നില്ല. കണ്ടോ, ഇവിടെ ഡോർ വന്നില്ല. അപ്പോൾ നേരത്തെ അവർ ചെയ്തപ്പോഴത്തേക്കും റിസൾട്ട് കിട്ടാതിരുന്നതും നമ്മളിപ്പോൾ ചെയ്തപ്പോൾ റിസൾട്ട് കിട്ടിയെന്നുള്ള വ്യത്യാസം കണ്ടോ. നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ചെയ്താൽ മതി, ഈസി ആയിട്ട് നമ്മുടെ ടൂൾ വെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റെക്കോർഡിങ് കൂടെ തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു റെക്കോർഡിംഗ് ആയിട്ട് എടുത്തത്. ഇതിനകത്തൊരു പോരായ്മയുള്ളത് ഇവിടുത്തെ ഡോറ്, ഇവിടെ ഫർണിച്ചറും കാര്യങ്ങളും ആഡ് ചെയ്തെന്നുള്ള മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു 80% ആക്യുറസിയിൽ നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് ഇതുവഴി സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത് ഫൈനൽ റെൻഡറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ ടൂള്. ഇതൊരു കൺസെപ്റ്റാണ്. ഇപ്പോൾ ഇതേപോലെ ഒരു കൺസെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്ലയന്റിന് അല്ലെങ്കിൽ എഞ്ചിനീയർക്ക് നമുക്ക് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ക്ലയന്റിന് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ കൊടുത്തതിനേക്കാളും ഇങ്ങനെ കൊടുക്കുമ്പോൾ ക്ലയന്റിന് പെട്ടെന്ന് മനസ്സിലാവും ഇത് എന്താണെന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു മനസ്സിലാകാൻ വേണ്ടി മാത്രമുള്ള രീതിയിലേക്കുള്ള ഇത് കാണുക. അല്ലാതെ ഇത് AI റെൻഡറിങ് എന്ന് പറഞ്ഞാൽ ഫൈനലാണ്, ബാക്കിയുള്ള റെൻഡറിങ് ടൂളുകളൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ആരും കാണുകയോ കാര്യങ്ങളോ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇമേജിനെ അപേക്ഷിച്ച് ഈ ഒരു ഇമേജിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അത്രത്തോളം നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാകാൻ, നമ്മുടെ ക്ലയന്റിന് പെട്ടെന്ന് മനസ്സിലാകാനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത.